ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ ചിരിച്ച് പുറത്തുണ്ട്. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അത്രയേറെ ആൾക്കാർ കുട്ടികൾക്കാരൊക്കെ അങ്ങനെ അത് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്ത് നമ്മുടെ ഉപ്പുമുളകലായിട്ടില്ലേ ഇറങ്ങിപ്പോയ രണ്ടാമത്തെ മകളായിട്ടുള്ള നന്ദന അഥവാ കുഞ്ഞാന്റെ വിവാഹ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. താൻ ആഗ്രഹിച്ച പയ്യനുമായി തന്നെ അവൾ ഒഫീഷ്യലി താലി കെട്ടിയിരിക്കുകയാണ്. പയ്യന്റെ വീട്ടുകാർ ചടങ്ങിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അവളുടെ വീട്ടുകാർ പങ്കെടുത്തിട്ടില്ല. കാര്യം എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഈ കല്യാണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ വേളയിൽ ഈ പറഞ്ഞ നന്ദനയുടെ അച്ഛനും അമ്മയും ഒരു ഭാഗത്തും അതുപോലെ തന്നെ സഹോദരി മറ്റൊരു ഭാഗത്തും പുള്ളിക്കാരിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇനി ഈ ഫാമിലി എന്താണ് ഏതാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ. ഇതൊരു ഫാമിലി ലോക ഫാമിലിയാണ്. 4 മക്കളും അമ്മയും അടങ്ങുന്ന ഒരു ഫാമിലി. അതിൽ ആദ്യത്തെ മകൾ 2 വർഷം മുമ്പേ കല്യാണം ഒക്കെ ഉറപ്പിച്ചതിന് ശേഷം മറ്റൊരു പയ്യന്റെ കൂടെ ഇറങ്ങി പോകുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഉണ്ടാകുന്നു. അമ്മ ഇവിടെ നിന്ന് മകളെ കുറ്റം പറയുന്നു, മകൾ അപ്പുറത്ത് നിന്ന് അമ്മനെ കുറ്റം പറയുന്നു. ലാസ്റ്റ് 2 പേരും ഒന്നാക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകളുടെ കല്യാണം വരുന്നു. അവളൊരു പയ്യനുമായി കല്യാണം ആലോചിക്കുന്നു. എന്നാൽ പയ്യന്റെ പാസ് എത്ര വെടുപ്പല്ലാന്ന് മനസ്സിലാക്കിയ മാതാപിതാക്കൾ ആ കല്യാണം വേണ്ടെന്ന് വെക്കുന്നു. പക്ഷെ ആ പെണ്ണിന് അവനെ തന്നെ മതി. അങ്ങനെ അവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു. കഴിഞ്ഞ മാസമാണ് ഇറങ്ങിപ്പോയത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായ കോൺട്രവേഴ്സികളൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ മാസം ഇറങ്ങിപ്പോയ ഈ പെണ്ണും ചെക്കനും തമ്മിൽ ഇന്നലെയാണ് അമ്പലത്തിൽ പോയി താലി കെട്ടുന്നത്. അതിന് വീഡിയോസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ സൈഡിൽ കൊടുക്കാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ അനിയത്തിന്റെ കല്യാണ ചടങ്ങുകൾ കഴിഞ്ഞു എന്ന് അറിഞ്ഞതോടെ ചേച്ചിക്ക് അങ്ങോട്ട് ഹാലിളകി. ഏത് ഉപ്പുമുളകിലായിട്ടുള്ള ചേച്ചി, നമ്മുടെ പൊന്നൂസ് ചേച്ചി. അങ്ങനെ ആളെന്താക്കി ആളെ സ്വന്തം ചാനലിൽ ഭർത്താവിനും കൂട്ടി വന്ന് ഒരു Q&A വീഡിയോ അങ്ങ് ചെയ്ത്. കുറച്ചു കാലമായിട്ട് ഇവർ യൂട്യൂബിലൊക്കെ ഇനാക്റ്റീവ് ആയിരുന്നു. 10 ദിവസം മുമ്പ് എങ്ങനെയായിരുന്നു ലാസ്റ്റ് വീഡിയോ ചെയ്തത്. അങ്ങനെ ഇനാക്റ്റീവ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് അനിയത്തിന്റെ കല്യാണം കാണുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഇവർ Q&A വീഡിയോ ആയിട്ട് വരുന്നത്. എന്തായാലും ഈ വീഡിയോയിൽ ചേച്ചി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. ഇതൊക്കെ പറയാം. പൊന്നു മരിച്ചെന്നാണ് അച്ഛൻ ഞാൻ വിളിച്ചോണ്ട് പോയപ്പോ എനിക്ക് ആ പെൺകുട്ടി എഴുതിയെന്താന്ന് മനസ്സിലായില്ല പറഞ്ഞത്. എന്നാൽ എനിക്ക് ഉദ്ദേശിച്ചത് ആരെന്നടിയെന്ന് ഉദ്ദേശിച്ചു. എനിക്ക് അത് എഴുതിക്കുന്നു എനിക്കെന്താ മനസ്സിലായി. ഇപ്പൊ പൊന്നും പുണ്യാളത്തെ ആവുക എന്ന് ചെയ്യുക. പണ്ടൊന്നും ഞാൻ എന്റെ വീട്ടില് അന്നെ അച്ഛൻ നമുക്ക് ഇത്രയും വിഷമം വരാതെ റീസൺ എന്ന് വെച്ചാൽ അത്രയും ഫാമിലിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഞാൻ. അത് ശരി, അതുകൊണ്ടാണല്ലേ അച്ഛനും അമ്മക്ക് വിഷമം വന്നത്. ഇതേ കാര്യം തന്നെ രണ്ടാമത്തെ മകൾ ഇറങ്ങി പോയപ്പോഴും അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ പോയി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഹോസ്പിറ്റലിലൊക്കെ വരാറുണ്ടായിരുന്നു എന്ന്. എന്തോ ആയിക്കോട്ടെ, ഇത്രയും അറ്റാച്ച്മെന്റ് ഉള്ള ആളാണ് മറ്റൊരുത്തിന് വേണ്ടി അച്ഛനും അമ്മയും വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയത്. അത് വേറെ കാര്യം. എന്തായാലും കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. അത് വീണ്ടും ചർച്ചയ്ക്ക് എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചേച്ചി കുത്തിപ്പൊക്കി പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മെയിനായിട്ട് അനിയത്തിനെ 2 കുറ്റം പറയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പൊക്കി വരുന്നത്. അത് നിങ്ങൾക്ക് ബാക്കിയും കൂടി കേട്ട കാര്യം കത്തും. എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ള ബാക്കി കൂടി കേട്ടുവെക്കാം. ഞങ്ങൾക്കറിയാം അവരെങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചാർട്ട് ചെയ്തെന്നുള്ളത്. അപ്പോൾ ഈ പറയണവരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കറിയാലോ ഇതെങ്ങനെയൊക്കെ നടത്തണം, എന്തൊക്കെ നടത്തണം എന്നുള്ള. നാളത്തെ ഒരു ദിവസം അയച്ചിട്ട് എന്റെ അമ്മ എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. തീർച്ചയായിട്ടും. അപ്പൊ വീട്ടിലിരിക്കുന്ന ഇരിപ്പ് കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് വിഷമം. ചിരിച്ചുകൊണ്ട് എന്താ പറയാ വിഷമിക്കുന്ന നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ, എന്തൊക്കെ ചെയ്യണ്ടായിരുന്നു അല്ലേ എന്നിട്ട് 100 വട്ടം പറയാം. ആ നാളത്തെ ഒരു ദിവസം അത് ശരിക്കും നാളെ ആവണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടിയിട്ടുണ്ട് അല്ലേ. എല്ലാം മനസ്സിലാകുന്നുണ്ട്. അച്ഛനും അമ്മേന്റെ വികാരം മനസ്സിലാകുന്നുണ്ട്. ഇവര് പറഞ്ഞാൽ മനസ്സിലായല്ലോ. അതായത് നന്ദനന്റെ ഈ കല്യാണ ചടങ്ങുകളൊക്കെ നടത്തുന്നതിന്റെ തലേ ദിവസമാണ് ഇവർ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ പറയുന്നത്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് അച്ഛനും അമ്മയും ടെൻഷനാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നന്ദനയുടെ കല്യാണ ചടങ്ങിൽ അച്ഛനും അമ്മയും ഉണ്ടാവേണ്ടതായിരുന്നല്ലോ. പക്ഷെ അവരെ പങ്കെടുപ്പിച്ചില്ല. അതിന്റെ ഒരു സങ്കടം പറഞ്ഞതാണ്. അത് ഏതൊരു അച്ഛനും അമ്മയ്ക്കാണെങ്കിലും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കുന്നത്. പൊന്നൂസ് ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ പൊന്നൂസ് ഇതേ മാതിരി ഇറങ്ങിപ്പോയപ്പോഴും ഇതേ സങ്കടവും വിഷമൊക്കെ അച്ഛനമ്മക്ക് ഉണ്ടായിരുന്നു. അന്നേരം ഇല്ലാത്തൊരു സാധാരണമായിട്ട് ഇപ്പൊ എന്തിനാ വന്നേക്കുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. പൊന്നൂസിന് ഈ അമ്മ സ്നേഹം കാണുന്ന സമയത്ത് എനിക്ക് സുരാജിന്റെ പഴയ പാട്ടാണ് ഓർമ്മ വരുന്നത്. പൈസക്കാരൻ നിക്കറിട്ടാൽ ബർമൂഡയാകും, പാവപ്പെട്ടവൻ നിക്കറിട്ടാല വള്ളി ടൗസർ എന്ന് പറഞ്ഞ പോലെയായി. ഞാൻ ചെയ്തപ്പോ അത് പക്വതയില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചു പോയതാണ്. പക്ഷെ അവള് ചെയ്തപ്പോ ഏറ്റവും വലിയ തെറ്റാണ്, അച്ഛനമ്മയെ വേദനിപ്പിക്കലാണ് എന്ന രീതിയിലാണ് പൊന്നൂസ് സംസാരിച്ച് വെക്കുന്നല്ലേ. അല്ല ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ പൊന്നൂസിന് എന്താ അർഹതയാണുള്ളത്? ചേച്ചി വെട്ടിയ വഴിയിൽ അനിയത്തി നടന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഈ അവസരത്തിൽ ചേച്ചി ചെയ്ത Q&A കൊള്ളാം. ചേച്ചിക്ക് എത്രത്തോളം അനിയത്തിയോട് ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളത് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ. ചേച്ചി ചെയ്തതിന്റെ പിന്നാലെ തന്നെ അച്ഛനും അമ്മയും അവരുടെ ചാനൽ വന്നിരുന്നിട്ട് മകളെ കുറിച്ച് പറയുന്നുണ്ട് ഓരോന്ന്. അതും ഡയറക്റ്റ് ആയിട്ടല്ലേ കേട്ടോ പറയുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് നന്ദനെ കിട്ട് കുത്തിയിട്ടാണ് പറയുന്നത്. എന്തായാലും അച്ഛനമ്മക്ക് എന്താ പറയാനുള്ളത് കേട്ടോക്കാം. ഉപ്പോളാവില് ഉപ്പിലിട്ടത് അതാണ് നമ്മളുടെ സത്യം. നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്ത് ഉപ്പിലിട്ടത് അങ്ങോട്ട് ഉപ്പ് പിടിച്ചാലും അത് അങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ആക്കി തീർക്കുകയാണ്. അപ്പൊ ഞാൻ ഒരു ഉപദേശം ഞാൻ പറഞ്ഞതുള്ളൂ. അത് ആർക്ക് വേണമെങ്കിൽ കേൾക്കാം, ആർക്ക് അല്ല. ഞാൻ എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ സ്വന്തം അച്ഛനോട് അമ്മോട് തോന്നാത്തൊരു വികാരം വേറൊരു ആൾക്കാരോട് തോന്നും. എനിക്കറിയില്ല, ഇപ്പത്തെ തലമുറയ്ക്ക് തോന്നും. ഇപ്പത്തെ തലമുറകൾക്ക് തോന്നുന്നത് സത്യമാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ പേടിയാണ്.
പേടി ഇപ്പത്തെ ജനറേഷൻ ആലോചിച്ചിട്ടായിരിക്കുംല്ലേ പേടി. ആ പേടി എല്ലാവർക്കും ഉണ്ട്, അതവിടെ കിടക്കട്ടെ. പിന്നെ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞല്ലോ, സ്വന്തം അച്ഛനോടും അമ്മയോടും തോന്നാത്തൊരു വികാരം ഒരു മകൾക്ക് വേറെ ആരോടെങ്കിലും തോന്നുമെന്ന്. തീർച്ചയായിട്ടും തോന്നും. സ്വന്തം അച്ഛനും അമ്മയിൽ നിന്നും കിട്ടാത്തത് മറ്റൊരാളുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനോടും അമ്മയോടും തോന്നാത്ത വികാരം ആ വ്യക്തിയോട് തോന്നും. അല്ല, ഞാൻ ഇടയിൽ കൂടെ സൂചിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. ഇതിലൂടെയൊക്കെ ഇവർ ഇൻഡയറക്റ്റായി എന്താണ് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. അച്ഛനും അമ്മയേക്കാളും എന്റെ രണ്ടാമത്തെ മകൾക്ക് വേറൊരുത്തനോടാണ് സ്നേഹം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പുറത്ത് രണ്ടാമത്തെ മകളുടെ താലികെട്ട് നടക്കുന്ന ഈ ഒരു അവസരത്തിൽ തന്നെ ഇങ്ങനെ തന്നെ പറയണം. അല്ല, ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, അച്ഛനും അമ്മ എന്നുള്ള ആൾക്കാരോട് ഞാൻ പറയാം, ഒരിക്കലും നമ്മള് സത്യം പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ പഴഞ്ചൊല്ലി ഉണ്ടാവും, എത്ര സത്യം എന്ന് പറയാം, മാമ്പൂ കണ്ടും മക്കളെ കണ്ടും മോഹിക്കുന്നു. സത്യം, ഓരോ പഴഞ്ചൊല്ലുകളും ലൈഫില് സത്യം. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ്. മക്കളെ കണ്ടും മാമ്പൂവും കണ്ടും കുതിക്കരുത്, സത്യം. എന്നുവെച്ചാൽ ഇപ്പൊ ഇന്നൊക്കെ ഞാനുണ്ടല്ലോ ശരിക്കൊരു ഭ്രാന്തത്തിന് എന്തെങ്കിലും അവസ്ഥയാണ് സത്യം. എനിക്കിതിൻ്റെ ഉള്ളിൽ വീട്ടിനുള്ളിലിരിക്കുമ്പോൾ ഭയങ്കര വിമർശടി, ഭയങ്കര ഇറിറ്റേഷൻ, ഭയങ്കര ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല എന്താണ് കാരണം. അത് മറ്റൊന്നും കൊണ്ടല്ല, രണ്ടാമത്തെ മകളുടെ വിവാഹ ചടങ്ങ് അപ്പുറത്ത് നടക്കുന്നതിന്റെ ഒരു ടെൻഷനാണ്. അതിനെ മാനിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി ഇങ്ങനെയൊക്കെ വീഡിയോയിൽ വന്നിരുന്ന ഓരോന്ന് പറയുമ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉള്ളത് പറയാലോ. നിങ്ങൾ തന്നെ പറയുന്നു മാമ്പൂ കണ്ടു മക്കളെ കൊണ്ട് കൊതിക്കരുത് എന്ന്. എന്നിട്ട് അതേ നിങ്ങൾ തന്നെ മകൾ ഞങ്ങൾക്ക് വേണ്ട പോലെ സ്നേഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എന്താ ഇതിനൊക്കെ പറയാ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് കുറച്ച് സത്യമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതുപോലെ കളിഞ്ഞു കുളിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത് പറഞ്ഞ് രണ്ടാളും രണ്ട് വഴിക്ക് പിരിഞ്ഞു പോയില്ലേ? അവരവരുടെ കാര്യം നോക്കി ജീവിക്കുകയാണ്. നിങ്ങൾക്ക് അതേപോലെ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ? ഇതിങ്ങനെ വന്നിരുന്ന് എപ്പോഴും കഴിയണം എന്തിനാണ്? എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അപ്പൊ ഒരു ചേച്ചിക്ക് മെസ്സേജ് നിങ്ങൾ രണ്ടാളെ പോലെ സ്നേഹിക്കണുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം അപ്പോഴേക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടാളും സ്നേഹത്തിന് മാത്രമേ കളങ്കില്ലാത്ത സ്നേഹമുള്ളൂ അല്ലേ കേട്ടോ? നമ്മള് സ്നേഹിക്കുക മറ്റതൊക്കെ പറഞ്ഞ സ്നേഹം ഏത് തരത്തിൽ അളന്നു കൊടുക്കേണ്ട രീതിയായിപ്പോ. സ്നേഹിച്ചിട്ടും കാര്യമില്ല, സ്നേഹിക്കാതെ ഇരുന്നിട്ടും കാര്യമില്ല. സ്നേഹിച്ചതിന്റെ കൂലിയാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങളെ മകളായി ജനിച്ചതിന് ശിക്ഷയാണ് നിങ്ങളിപ്പോ അവൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നായികക്ക് 40 വട്ടം അച്ഛൻ സ്നേഹം അമ്മ സ്നേഹം വന്ന് ഇതിങ്ങനെ വിളമ്പുന്നുണ്ട് അല്ലേ? അച്ഛൻ അങ്ങനെ അമ്മ ഇങ്ങനെ, അച്ഛൻ സ്നേഹിക്കുന്ന പോലെ മക്കളെ സ്നേഹിക്കുന്നില്ല. എന്നിട്ടിപ്പോ അവസാനം പറഞ്ഞു കേട്ടില്ലേ സ്നേഹം മറന്നു കൊടുക്കേണ്ട അവസ്ഥ ആണെന്ന്. അത് നിങ്ങളെ സ്നേഹം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന അളവിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചില്ല. അതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാണെങ്കിൽ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞ ഡയലോഗാണ് മക്കളെ കണ്ടു മാമ്പൂ കൊണ്ടും കൊതിക്കരുത് എന്ന്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ട്രെയിലർ, ഒരു പടത്തിന്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുള്ളൂ. ഇനി ശരിക്കും അനുഭവിക്കാറുള്ളത് അതെ, ഇത് വെറും ട്രെയിലർ. യഥാർത്ഥ എപ്പിസോഡുകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഒരു മെഗാ പരമ്പര തന്നെ ഇറക്കാനുള്ള പ്ലാനാണ് മക്കളെ. അതിനുള്ളൊരു മുന്നോടിയാണ് ഈ അച്ഛൻ സ്നേഹവും അമ്മ സ്നേഹത്തിനെ കുറിച്ചുള്ള ക്ലാസ് ഒക്കെ. ഇനി ഇത് വെച്ചൊരു പരമ്പര വരാണ്ട് മക്കളെ, കാത്തിരുന്ന് കാണുക നിങ്ങളുടെ സ്വന്തം ഉപ്പും മുളകിലായിട്ട് യൂട്യൂബ് ചാനലില്. ബാക്കി ഉണ്ടോക്കാം. ശരിക്കും അനുഭവിക്കാറുള്ളത് സത്യം എനിക്ക് ആരോഗ്യമില്ല, ഇതൊന്നും അനുഭവിക്കുന്നത് സത്യം പറ. അങ്ങനെ ദൈവമേ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഇനിയും അങ്ങനെ കുറ്റങ്ങൾ അനുഭവിക്കുകയോ അങ്ങനെ നേരത്തോടുകൂടി വിളിച്ചു വിട്ടാ മനസ്സറിഞ്ഞിട്ട് ഞാൻ പറയണേ. ദൈവത്തിന് നിരക്കാത്ത എന്താ വെച്ചാൽ നമ്മൾ അനുഭവിക്കാതെ ഞാൻ ഇനി ആർക്കും വേണ്ടി അനുഭവിക്കാൻ നിൽക്കില്ല. സത്യം ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അങ്ങനെയൊക്കെ ചിരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് അനുഭവിക്കാൻ വയ്യ. അത്രയേറെ ആൾക്കാരുടെ കുറ്റവും കാര്യങ്ങളൊക്കെ കേട്ടു. ഇനി അനുഭവിക്കാൻ വയ്യ. ഇനി അനുഭവിക്കണം ഭേദം ദൈവം അങ്ങോട്ട് വിളിക്കണേ. ഞാൻ വയ്യാണ്ടായി ദൈവത്തോട് 100 പ്രാവശ്യം പറഞ്ഞു എനിക്ക് ഒരു കാപത്ത് വരാണ്ട് കാത്തോട് 2 കുഞ്ഞു മക്കൾക്ക് സത്യമായിട്ടാണ്. ഇനി കൊടുക്കണേന്ന് കുടിക്കണേന്ന് കൂടി ഇതുപോലെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് താങ്ങില്ല. താങ്ങാവുന്നതിന് അപ്പുറമായി കുറച്ച് ടൈം ഇതൊക്കെ കാണുന്ന സമയത്തുണ്ടല്ലോ എന്താ ഞാനിതിനൊക്കെ പറയാം. ദൈവമേ എന്നെ എത്രയും പെട്ടെന്ന് മോളിലോട്ട് എടുക്കണമെന്നൊക്കെ. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ. സഹതാപവും സിമ്പതിയും പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. മകൾ ഇറങ്ങിപ്പോയത് കാരണം കുറെ അനുഭവിക്കുന്ന ഒരു അച്ഛൻ അമ്മ എന്നുള്ളൊരു സഹതാപം അവർക്ക് പബ്ലിക്കിന് മുന്നിൽ വരുത്തി തീർക്കണം. അതിനുവേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടാണ്. ഇതെന്തോ മകളെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ പോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. നാണമില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് കാണിച്ചു കൂട്ടാൻ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇത് മകളെ നാണം കെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ പോലെയാണ് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഒരു ഭാഗത്ത് അച്ഛനും അമ്മയും ഇരുന്ന് കരുതുന്നു, മറുഭാഗത്ത് സഹോദരിയും ഭർത്താവും വന്നിരുന്ന് പുണ്യാളത്തി ചമയുന്നു. ഇതൊക്കെ കണ്ട് കൈയടിക്കാൻ കുറെ എണ്ണോ. അധികം ഞാനൊന്നും പറയുന്നില്ല. എന്ത് പറയാനാണ് ഇതിനൊക്കെ? എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.